അസ്സലാമു അലൈക്കും. ഹലോ ഹായ്. ഇന്നത്തെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പഴം പെട്ടെന്ന് പഴുത്തു. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കൊണ്ടുവന്ന പഴം ഉണ്ടല്ലോ 2 മാസം എടുത്തു കേട്ടോ. ഇപ്രാവശ്യം കൊണ്ടുവന്ന പഴം കറക്റ്റ് 2 ദിവസം കൊണ്ട് തന്നെ പഴുത്തു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ കേട്ടോ. എന്തോ ഭയങ്കര ടേസ്റ്റ് ഉണ്ട്. ഇതിൻ്റെ പേരെന്താണെന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ അമ്മ അവിടെ പഴമൊക്കെ റെഡിയാക്കിയിട്ട് എടുക്കുകയാണ്. ഞാനിതാ ലഞ്ചൊക്കെ ഒന്ന് കൊണ്ടുവയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ലഞ്ച് വൈബ് മുതൽ ഉള്ള വ്ളോഗാണ്. അപ്പോൾ നമ്മൾ ഇന്ന് എന്താണ് ലഞ്ചിന് ഉണ്ടാക്കിയത് എല്ലാം ഞാൻ വഴിയെ കാണിക്കാം കേട്ടോ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നമ്മളിവിടെ അടിപൊളിയായിട്ട് സുഖമായിട്ട് തന്നെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നലെ ചോദിച്ച കുസൃതി ചോദ്യത്തിൻ്റെ ആൻസർ തേയില എന്നായിരുന്നു. കുറേ പേര് ആൻസർ ചെയ്തിട്ടുണ്ട്. കുറേ പേര് വാനില അത് ഇത് കുറേ ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ കുടിക്കുന്ന എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ കുടിക്കുന്ന എന്ന് പറയുമ്പം നമ്മൾ തേയില എന്ന് തന്നെയല്ലേ പറയണ്ടേ? ഐ മീൻ തേയില ചായ ഉണ്ടാക്കിയിട്ട് അല്ലേ? ഞാൻ അങ്ങനെയാണ് വിചാരിക്കുന്നത്. ഇനി എനിക്കറിയില്ല കേട്ടോ. അതാണ് എന്നാണ് ഞാൻ അറിഞ്ഞ ആൻസർ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ലഞ്ച് സ്പെഷ്യൽ ഇതായിരുന്നു കേട്ടോ. മാങ്ങ ഉണ്ടായിരുന്നു. നമ്മുടെ വീട്ടിലെ ഫസ്റ്റ് മാങ്ങയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കറി ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടി പിന്നെ ഉണക്കമീൻ പൊരിച്ചതും ഉപ്പേരിയൊക്കെ ആയിരുന്നു കേട്ടോ ഇന്നത്തെ ലഞ്ച്. അപ്പോൾ ഉപ്പ ഇന്ന് നേരത്തെ വന്നിരുന്നു കേട്ടോ. വിശന്നിട്ടുണ്ടെന്ന് തോന്നുന്നത്. അപ്പോൾ നേരത്തെ വന്നിരുന്നു. ഞാൻ ടേബിളിലോട്ട് എല്ലാ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വയ്ക്കുകയാണ്. ഉമ്മ അവിടെ പഴമൊക്കെ റെഡിയാക്കുകയായിരുന്നു. അപ്പോൾ ഇതാ ഇന്നത്തെ നമ്മുടെ ലഞ്ചാണ് കേട്ടോ കാണുന്നത്. പിന്നെ ഇതാ ഞാനും പോയിരുന്നു. ഞങ്ങളെല്ലാവരും കൂടെ ലഞ്ചെല്ലാം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് സൊറയും കത്തിയൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഉള്ള ഓരോ ദിവസത്തെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചർച്ച പറയാറൊക്കെ ഈ ഒരു ടേബിളിലാണ് കേട്ടോ. പണ്ടുള്ളവരൊക്കെ പറയും കഴിക്കുമ്പോൾ സംസാരിക്കാൻ പാടില്ല. പക്ഷേ ഇപ്പം ആകെ സംസാരിക്കാൻ കിട്ടുന്ന ഒരേ ഒരു സമയം കഴിക്കുമ്പോൾ മാത്രമാണ്. കാരണം എല്ലാവരും ഒത്തുകൂടുന്നത്. അതും ഒത്തുകൂടാത്ത ഫാമിലിയിലുണ്ടെങ്കിൽ അതും ഉണ്ടാവില്ല. നമ്മൾ പിന്നെ എപ്പോഴും ഒരുമിച്ച് കഴിക്കുന്നതുകൊണ്ട് നമുക്ക് ആ ഒരു എന്താ പറയുക, ആ ഒരു ടൈം എപ്പോഴും ഭയങ്കര വാല്യൂ ഉള്ളതാണ്. എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്തും ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈമും കൂടിയാണ് കേട്ടോ. നിങ്ങളുടെ വീട്ടിലൊക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇതാ പാത്രം കഴുകിയിട്ട് എടുക്കുകയാണ്. അപ്പോൾ നമ്മളോട് ലുലു മാളിൽ പോയിട്ടുള്ള വീഡിയോസ് ചെയ്യുന്നില്ലേ, പ്രതീക്ഷിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഇൻഷാല്ല പോകണം. വന്നിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. ഞങ്ങളിങ്ങനത്തെ സ്പെഷ്യൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ എല്ലാവരും കൂടെ ഒരുമിച്ചുള്ള സമയത്തേ ചെയ്യുള്ളൂ. അതാണ് ഇഷ്ടം. അതുകൊണ്ടാണ് കേട്ടോ വെയിറ്റ് ചെയ്യുന്നത്. പിന്നെ ഇന്ന് സമന്വയം ചാനലിൽ അന്നമ്മ ചേച്ചി പോയി പ്രൊമോഷൻ വീഡിയോ ആയിരിക്കും പോയി വീഡിയോ ഒക്കെ ഇങ്ങനെ ചെയ്ത് കണ്ടപ്പോൾ എനിക്കിങ്ങനെ കൊതിയായിട്ട് അങ്ങോട്ട് ഓടാൻ. എനിക്ക് ആ ഫാഷൻ സ്റ്റോറിലാണ് ഫസ്റ്റ് പോകേണ്ടത്. ഭയങ്കര കളക്ഷൻ ഉണ്ടെന്നാണ് തോന്നുന്നത്. ഓഫറൊക്കെ ഉണ്ടെന്നാണ് തോന്നുന്നത് കേട്ടോ. അപ്പോൾ പാത്രമൊക്കെ കഴുകി ഞാൻ വാതിലൊക്കെ അടച്ച് റൂമിലോട്ട് വന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുക്കുമ്പോഴത്തേന് പിള്ളേർ വരാൻ സമയമായിട്ടോ. 4 മണിയൊക്കെ ആയി. ഇനിയിപ്പോൾ എന്താ പിള്ളേർക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാനൊക്കെ കൊടുക്കണം എന്നൊക്കെ പ്ലാൻ ഉണ്ട്. അപ്പം കേക്ക് ഉണ്ടായിരുന്നത് ഞാൻ കൊടുത്തു കേട്ടോ. കേക്ക് 1 കിലോ മേടിച്ചപ്പം അത് കൊടുത്തു. കാരണം ഉണ്ടായിരുന്നു, ക്വാണ്ടിറ്റി നിറയെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ന്യൂ ഇയറിന് കേക്ക് കഴിച്ച ശേഷം ഇപ്പോഴാണ് ഒരു പീസ് കൂടി കഴിച്ച് നോക്കുന്നത്. എന്തെങ്കിലും ടേസ്റ്റ് വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ കൊടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പം ടേസ്റ്റ് വ്യത്യാസം ഒന്നും ഉണ്ടായിരുന്നില്ല. ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ കൊടുത്തു. ഇനിയിപ്പോൾ എന്തെങ്കിലും കുടിക്കാനും വേണം. അപ്പോൾ ഞാൻ കോഫി ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ട് കോഫി ഉണ്ടാക്കി കൊടുക്കുകയാണ്. അവൻ കോൾഡ് കോഫി തരുമോ ചോദിച്ചു. ഞാൻ ഇല്ല എന്ന് പറഞ്ഞിട്ട് ലൈറ്റായിട്ടൊന്ന് ചൂടാക്കിയിട്ടാണ് കേട്ടോ ഞാൻ കോഫി കൊടുക്കുന്നത്. അത് പറഞ്ഞപ്പോഴാണ് പായസം ചൂടാക്കിയില്ലേ ജിനി എന്ന് ചോദിച്ചു. പായസം നമുക്കിവിടെ ഏറ്റവും ഇഷ്ടം തണുപ്പിച്ച് കഴിക്കുന്നതാണ് കേട്ടോ. ഇന്ന് പായസം വെച്ച് ഒരു ദിവസം ഫ്രിഡ്ജിൽ വെച്ച് പിറ്റേ ദിവസം കഴിക്കുന്ന പായസം ഉണ്ടല്ലോ, ഐസ്ക്രീം കഴിക്കുന്നതിൻ്റെ ഫീലാണ്. അത്രയും ടേസ്റ്റാണ് കേട്ടോ. അല്ലെങ്കിൽ നല്ല ചൂടിൽ, അല്ലാണ്ട് ചൂടാക്കി കഴിക്കുക അത് ഇഷ്ടമല്ല കേട്ടോ. അതിനും കൊണ്ടാണ്. അപ്പം തണുത്ത പായസമാണ് എല്ലാവർക്കും ഇവിടെ ഭയങ്കര ഇഷ്ടം കേട്ടോ. അങ്ങനെ അയാൻകുട്ടി കേക്കും കോഫിയൊക്കെ കഴിച്ചിട്ട് അവൻ്റെ സ്ഥിരം പരിപാടിക്ക് അവൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിതാ വീണ്ടും ഉള്ളിലോട്ട് തന്നെ പോയി. റിഹാൻ വന്നിട്ടില്ല. റിഹാൻ ഇന്ന് അത്യാവശ്യം വൈകുന്ന തോന്നുന്നത് കേട്ടോ. അപ്പം ഞാൻ വാതിലൊക്കെ അടച്ചിട്ട് അവൻ പോയ ശേഷം വാതിലെല്ലാം അടച്ചു കേട്ടോ. പിന്നെ ഉപ്പാക്കും ഉമ്മാക്കും ചായ കുടിക്കാൻ സമയമായപ്പോൾ ഞാൻ എന്ത് ചെയ്തു, കേക്ക് അവർക്കും എടുത്തു. പിന്നെ റിഹാനും വന്നിട്ടുണ്ടായിരുന്നു. ഒരു 4:30 റിഹാൻ ഇന്ന് വരാൻ വേണ്ടിയിട്ട്. പിന്നെ അവനക്ക് കോഫി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ തന്നെ അത് എടുത്ത് കൊണ്ടുപോയി കുടിക്കാമെന്ന് പറഞ്ഞു കേട്ടോ. എക്സ്ട്രാ ക്ലാസ്സൊക്കെ ഉണ്ട് ഇപ്പം. പിന്നെ ഫുൾ എക്സാമാണ് അവനക്ക്. ഇനി 2 മന്ത്സ് ഫുൾ എക്സാം തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ അവന് കുറച്ച് വൈകുകയൊക്കെ ചെയ്യും. എന്തായാലും ഫുൾ A+ ഒന്നും കിട്ടാൻ വഴിയില്ല എന്നാണ് തോന്നുന്നത്. എനിക്ക് അറിയില്ല കേട്ടോ. നിങ്ങളെല്ലാവരും ദുആ ചെയ്യുക കേട്ടോ. ഫുൾ A+ ഇല്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു 80% മേലെങ്കിലും മാർക്ക് ഉണ്ടെങ്കിൽ ഹാപ്പി അല്ലേ? ഞാൻ ഹാപ്പിയാണ് കേട്ടോ. അങ്ങനെയെങ്കിലും കിട്ടിയതാണെങ്കിൽ ഇൻഷാല്ലാ നോക്കാം.
പിന്നെ ഞാൻ പഴം വാട്ടി ഉണ്ടാക്കി. പഴം ഉണ്ടായ പിന്നെ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ പഴം വാട്ടി ഉണ്ടാക്കണ്ടേ. അപ്പോൾ ഇതാ ഞാൻ അതിന് വേണ്ടിയിട്ട് കുറച്ച് തടിയുള്ള പഴം ആയതുകൊണ്ട് ഞാൻ സ്ക്വയർ ആക്കിയിട്ട് കട്ട് ചെയ്ത് ഇങ്ങനെ എടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന പഴം വാട്ടി എങ്ങനെ ഉണ്ടാക്കുക എന്ന് നോക്കിയാലോ. നല്ല ചായയും കട്ടൻ ചായയും പഴം വാട്ടിയൊക്കെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. ആ കോംബോ ഇഷ്ടമുള്ളവർ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ നെയ്യൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമ്മുടെ അണ്ടിപ്പരിപ്പും പിന്നെ അതുപോലെ കറുത്ത മുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2-3 ഏലക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഒന്ന് വഴറ്റിയിട്ട് എടുക്കുന്നുണ്ട്. ഇതിലോട്ട് ഞാൻ അങ്ങനെ സ്ക്വയറാക്കി കട്ട് ചെയ്ത നമ്മുടെ ഏത്തപ്പഴം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അതിന് മുമ്പ് ഞാൻ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ, എല്ലാവിടെയും നന്നായിട്ടൊന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട്. അതിന് ശേഷം ഇതാ തേങ്ങ ഏകദേശം 1 മൂടിയോളം തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. ചെറിയ തേങ്ങയായിരുന്നു കേട്ടോ. പിന്നെ ഇതിന് 1.5 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കിയിട്ട് എടുക്കണം. ഒരു ഗോൾഡൻ ബ്രൗൺ ആവട്ടെ അല്ലേ, അതുവരെ ഇരുന്നാലാണ് അതിൻ്റെ എക്സാക്റ്റ് ടേസ്റ്റ് വരുള്ളൂ. നിങ്ങളൊക്കെ എങ്ങനെ ആക്കാറുള്ള വെച്ചാൽ പറയാം കേട്ടോ. അപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സാക്കി എടുക്കുന്നുണ്ട്. പഞ്ചസാരയ്ക്ക് നന്നായി ചൂടായി അലിഞ്ഞ് അതിലോട്ട് അങ്ങ് ചേർന്ന് പിടിക്കണം. ഈ ഒരു ലെവലായിട്ടുണ്ട് കേട്ടോ. ഇത്രയും മതിയാവും കേട്ടോ. ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ചൂടോടെ ഒരിക്കലും വായിലിടരുത്, നല്ല മുട്ടൻ പണി കിട്ടും. അപ്പോൾ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലോട്ട് നിങ്ങൾക്ക് എത്ര ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. നമ്മൾക്ക് ഇത് മതി എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ സെർവ് ചെയ്തെടുക്കുകയാണ്. റിഹാൻ അവിടെ വെയിറ്റിംഗ് ആണ്, കാരണം അതിൻ്റെ സ്മെല്ല് ഒരു അട്ടാറ് സ്മെല്ലാണല്ലേ. അപ്പം എല്ലാവർക്കും കൂടെ ഒരു പ്ലേറ്റിൽ കൊണ്ടേക്കാന്ന് പറഞ്ഞാൽ അവൻ സമ്മതിച്ചില്ല. അവനക്ക് വേറെ വേണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ആക്കി കൊടുത്തുട്ടാ. അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോവുകയാണ്. ഇതെല്ലാം എടുത്തിട്ട് ഇനി ചായ എല്ലാം ഉണ്ടാക്കണം കേട്ടോ. ആദ്യം ഇത് കഴിച്ചിട്ട് നമ്മളിവിടെ ആദ്യം സ്നാക്ക് കഴിച്ചിട്ട് പിന്നെ ചായ ഉണ്ടാക്കുകയുള്ളൂ. ചായ നല്ല ചൂടിൽ വേണം, അതിനും കൊണ്ടാണ് അങ്ങനെ. പിന്നെ എൻ്റെ സ്ലാങ്ങിൻ്റെ കാര്യം പറഞ്ഞു. എനിക്ക് പല ഭാഗത്ത് സ്ലാങ് വന്നുകൊണ്ടേയിരിക്കും. കാരണം എന്താണെന്നറിയോ, എൻ്റെ താത്ത കാസർഗോഡ്, അനിയത്തി തൃശ്ശൂർ, ഞാൻ പാലക്കാട്. പിന്നെ എൻ്റെ ഫ്രണ്ട്സ് സർക്കിളിലുള്ള ആൾക്കാർ പല പല ജില്ലയിൽ. അപ്പോൾ എല്ലാവരോടും വർത്താനൊക്കെ പറയുമ്പോൾ എനിക്ക് പല പല സ്ലാങ്ങുകൾ വന്നുകൊണ്ടേയിരിക്കും കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ ആകുന്നത്. ബുക്കിൻ്റെ ഇടയിൽ പെണ്ണുണ്ടല്ലോ. ഒരു പെണ്ണെടുത്തോ. അതേപോലെ എൻ്റെ ബ്രദറിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ജുനാസ് എന്നാണ് കേട്ടോ പേര്. ഞങ്ങൾ ജുനു എന്ന് വിളിക്കും. പിന്നെ എൻ്റെ താത്താൻ്റെ പേര് ജസ്നി, ജസി, ജസു എന്നൊക്കെ ഞാൻ വിളിക്കും. താത്ത എന്ന് വല്ലപ്പോഴേ വിളിക്കുള്ളൂ. പിന്നെ അനിയത്തിയുടെ പേര് ജിംന, അവൾ ജിംന എന്ന് തന്നെ വിളിക്കാറ്. എൻ്റെ പേര് ജിൻഷ, എന്നെ ജിനി എന്നാണ് വിളിക്കാറ്. പിന്നെ അടുത്തുള്ള നമ്മുടെ നല്ല ഫ്രണ്ട്സൊക്കെ ഉണ്ടാവില്ലേ, അവരൊക്കെ ജിനു എന്ന് വിളിക്കും കേട്ടോ. പിന്നെ ജിംനാൻ്റെ ഫ്രണ്ട്സൊക്കെ ജിനു എന്ന് വിളിക്കും. ഓക്കെ, അങ്ങനെയാണ് ഞങ്ങളുടെ നിക്ക് നെയിമൊക്കെ അങ്ങനെയാണ് കേട്ടോ സംഭവം. അങ്ങനെ പിന്നെന്താണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്, ജിനിനെ കാണാൻ ഒരുപാട് ആഗ്രഹമുണ്ട്. ഇൻഷാല്ലാ വടക്കഞ്ചേരിയാണ് വീട്, എപ്പോഴെങ്കിലും കാണാം. ഇൻഷാല്ലാ എപ്പോഴെങ്കിലും ഒക്കെ നമുക്ക് കാണാൻ, വീതി ഉണ്ടെങ്കിൽ കാണാം. പിന്നെ അതേപോലെ തന്നെ നമ്മളോട് പാലക്കാട് ഇന്നലെ ഉണ്ടായിരുന്നു, കാണാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞ ഒരു ഫാമിലി ഇങ്ങനെ മെസ്സേജ് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇൻഷാല്ലാ നമുക്കൊക്കെ വീതി ഉണ്ടെങ്കിൽ കാണാം അല്ലേ. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആൾക്കാരൊക്കെ ഇങ്ങനെ കാണും. റോട്ടിൽ കൂടെയൊക്കെ പോകുമ്പോൾ അവർ കാണും. പക്ഷെ അവർ വളരെ ചുരുക്കം ആൾക്കാരേ ഉള്ളൂ കേട്ടോ നേരിട്ട് വന്ന് സംസാരിക്കാറ്. അല്ലാത്തവരൊക്കെ പിന്നീട് മെസ്സേജ് ആക്കും, ഇത്താനെ ഞങ്ങൾ അവിടെ വെച്ച് കണ്ടു, ഇവിടെ വെച്ച് കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. അപ്പം ഇത്താനെ കാസർഗോഡ് എവിടെയാണ് കല്യാണം കഴിച്ചിരിക്കണമെന്നായിരിക്കും ഉദ്ദേശിച്ചത്. ഞാൻ കാസർഗോഡാണ്, അങ്ങനെ ചോദിച്ചതാണ്. മുണ്ടോൾ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കല്യാണം കഴിച്ചു കൊടുത്തേക്കുന്നത്. പക്ഷേ അവർ അങ്ങനെ അവിടെ അത്രയ്ക്ക് പോവാറില്ല, കാരണം അവരുടെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ കൊച്ചിയിലാണ്. ഇത്താക്ക് ജോബല്ല, ബിസിനസ്സാണ്. അനിയത്തിക്ക് ജോബായിരുന്നു, ഒപ്റ്റോമെട്രിസ്റ്റാണ്. ഇപ്പം പിന്നെ കുട്ടികളൊക്കെ ചെറുതായതുകൊണ്ട് അവിടെ പോകുന്നില്ല. ഇൻഷാല്ലാ ഭാവിയിൽ പോകണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം നന്നായി പഠിച്ചതല്ലേ, അതുകൊണ്ട് പോകണം എന്നൊക്കെ തന്നെയാണ് അവരോട് പറയാറ്. അങ്ങനെ എന്നും പറയണ പോലെ നമ്മൾ കത്തി വെച്ച് ഈവനിങ് ആയില്ലേ. പിള്ളേരുടെ ലഞ്ച് ബോക്സ് എല്ലാം ഞാനിവിടെ കഴുകിയിട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ.
അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈവനിങ് വൈബ് ഒന്ന് നോക്കിയാലോ, മുറ്റത്തൊക്കെ ഒന്ന് കണ്ട് ഒരു പച്ചപ്പൊക്കെ കണ്ട് അല്ലേ, കാറ്റും അത്രയ്ക്കൊന്നും കാറ്റില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു ഏരിയയിൽ അത്യാവശ്യം മരങ്ങളും ഉണ്ട് കേട്ടോ. അത് കാരണമാണ് നമുക്കൊരു ഭയങ്കര ഗ്രീനറി ഫീൽ ചെയ്യുന്നത്. പ്രത്യേകിച്ച് ക്യാമറയിൽ മുല്ലപ്പൂ ഉണ്ടല്ലോ, പണ്ട് ഇഷ്ടത്തിനുണ്ടായിരുന്നു. ഇപ്പോൾ ഒരെണ്ണോ രണ്ടെണ്ണോ ഒക്കെ. അന്നൊക്കെ ഞാൻ തലയിൽ പണ്ടൊക്കെ വയ്ക്കുമായിരുന്നു. ഇപ്പോഴൊക്കെ ഭയങ്കര ഇതാണ്, മടിയാണ് കേട്ടോ വയ്ക്കാൻ. നമ്മുടെ ചൈൻമൻസ് എത്ര ആയിട്ടുണ്ട്. പിന്നെ ഇതാ കൊയ്യാക്ക ഒന്നുണ്ടായിട്ടുണ്ടായിരുന്നു. ഈ കൊയ്യാക്കയുടെ മേലെ ഇങ്ങനെ വെള്ള വരില്ല. അതാണ് നമ്മുടെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം കേട്ടോ. എന്ത് സാധനം വെച്ചാലും അതിൻ്റെ മേലേക്ക് വെള്ള കളറ് വന്നിട്ട് അതിനെ അങ്ങ് നശിപ്പിക്കും. അതാണ് നമ്മുടെ ഇവിടെ കൃഷി ചെയ്യാനും ഒന്നും പറ്റാത്തൊരവസ്ഥ കേട്ടോ. ഒരുപാട് കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു. പപ്പയും മമ്മിയും അങ്ങനെ റിട്ടയർഡായി വന്ന സമയത്ത് ഒരുപാട് വെജിറ്റബിൾ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പതിയെ ഒരു ഇഷ്യൂ കാരണം അത് വെക്കാൻ പറ്റാണ്ടായതാണ്. അങ്ങനെ നെയ്റ്റ് ആയപ്പോഴത്തേക്കും അയാൻകുട്ടി ട്യൂഷനൊക്കെല്ലാം കഴിഞ്ഞിട്ട് ഇതാ വന്നുകൊണ്ടിരിക്കുകയാണ്. റിഹാൻ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. റിഹാൻ ഇനി ട്യൂഷൻ അങ്ങോട്ട് പോകുന്നില്ല എന്നൊക്കെ പറയുകയാണ് കേട്ടോ. ടീച്ചേഴ്സ് തന്നെ നന്നായി പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ എക്സ്ട്രാ ക്ലാസ്സൊക്കെ ഉണ്ട്. അപ്പം ഞാൻ അങ്ങോട്ടാണ് പോകുന്നത്, ടീച്ചറിൻ്റെ അടുത്താണ് പോകുന്നതെന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, എവിടെയാണെങ്കിലും അത്യാവശ്യം മാർക്ക് കിട്ടിയാൽ മതിയല്ലോ നമുക്ക്. അപ്പം പിള്ളേരവിടെ പഠിക്കുന്നുണ്ട്. ഞാൻ എന്താ ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കൂടെ എഗ് ബുർജിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ ചപ്പാത്തിക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. നമ്മൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അരിച്ചെടുക്കാൻ മറക്കരുത്. എത്ര പാക്ക്ഡ് സംഭവങ്ങളാണെങ്കിലും നമ്മളൊന്ന് അരിച്ചെടുക്കണം കേട്ടോ, അതാണ് നല്ലത്. അപ്പോൾ ഇതാ ഉപ്പ് ചേർക്കേണ്ടവർ ചേർക്കുക. ഇവിടെ പണ്ട് മുതൽ ഉപ്പ് ചേർക്കാത്തതുകൊണ്ട് നമ്മൾ ഉപ്പ് ചേർക്കാത്ത ചപ്പാത്തിയാണ് കേട്ടോ ഉണ്ടാക്കാറ്. അപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ട് കുഴച്ചെടുത്ത് നമ്മൾ ഇച്ചിരി ഒന്ന് ഓയിൽ തടവി ഒരു 10 മിനിറ്റ് അവിടെ വെച്ചാൽ മതി. ചുടുവെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ ചപ്പാത്തി ഉണ്ടാക്കാൻ. കുറേ ആൾക്കാരുടെ വിചാരം തിളച്ച വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചാലേ ഉള്ളൂ ചപ്പാത്തി സോഫ്റ്റ് ആവുക എന്നാണ്. പക്ഷെ അങ്ങനെയൊന്നും അല്ല കേട്ടോ. എക്സ്പീരിയൻസ് വേണം ഈ ചപ്പാത്തി അടിപൊളിയായിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ. എനിക്ക് കല്യാണം കഴിഞ്ഞ് മുതൽ ചപ്പാത്തി എപ്പോഴും ഞാൻ അടിപൊളിയായിട്ട് പരത്തും. പക്ഷെ ദോശ ഭയങ്കര കഷ്ടമായിരുന്നു കേട്ടോ എനിക്ക്. അതെന്താണെന്നറിയില്ല. പിന്നെ അത് സെറ്റായിട്ടോ. പിന്നെ നമ്മൾ എഗ് ബുർജിക്ക് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസൊക്കെ നന്നാക്കി ഒന്ന് കഴുകിയിട്ടെടുക്കുകയാണ്. ഞാനിവിടെ വലിയുള്ളി, തക്കാളി, പിന്നെ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട് കേട്ടോ. ക്യാപ്സിക്കം എപ്പോഴും ഫ്രിഡ്ജിൽ സ്റ്റോക്കായിരിക്കും. ഏത് നോൺ വെജ് ഉണ്ടാക്കുമ്പോഴും അതിലിടും കേട്ടോ. അതേപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എങ്ങനെ ഉണ്ടാക്കാറെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അടുത്ത് നമ്മളൊരു ട്രെൻഡിങ് വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതായത് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി എടുത്തിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് അതിലോട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കുറച്ച് എണ്ണയും ഒഴിച്ചിട്ട് വീണ്ടും അരയ്ക്കും. പിന്നെ ചൂടാക്കി ഉപ്പ് ഇട്ട് കൊടുത്തിട്ട്, ഈ പൊടിയുപ്പില്ലേ അത് ഇട്ട് കൊടുത്തിട്ട് പിന്നെ നന്നായിട്ടൊന്ന് അരച്ചിട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാലം ഫ്രഷായിട്ട് തന്നെ ഇരിക്കും. ഞാനത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടോ. ഞാൻ പിന്നെ ഇച്ചിരി എല്ലാം ഉണ്ടാക്കുക. അപ്പോൾ ഞാൻ സാധാരണ അരയ്ക്കണ പോലെ അരച്ചിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കാറാണ് കേട്ടോ. കേടുവരാൻ മാത്രമൊന്നും ഞാൻ ഉണ്ടാക്കാറില്ല. പിന്നെ ഞങ്ങളുടെ ഇവിടെ എപ്പോഴും ആവശ്യമുള്ള സംഭവം ആയതുകൊണ്ട് അത് കേടുവരാൻ ഒരു ചാൻസേ ഇല്ല കേട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ ഇതാ ഞാൻ അപ്പുറത്തെ എഗ് ബുർജിയൊക്കെ ആക്കി പിന്നെ ഇതാ ചപ്പാത്തി പരത്തിയിട്ടെടുക്കുകയാണ്. ചപ്പാത്തി പരത്തിലൊക്കെ ശരിക്കും ഒരു കലാരൂപം തന്നെയാണ്. അറിയാത്തവർക്കില്ല, നമുക്കത് ഈസി ആയി കിട്ടും. എനിക്ക് പിന്നെയും പത്തിരിയാണ് കേട്ടോ കുറച്ചൊരു ടഫ് പരത്തിയെടുക്കാൻ. പത്തിരി ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് പരത്തുമ്പോൾ എനിക്ക് കുറച്ച് ടഫാണ്. അല്ലാണ്ട് ഇങ്ങനെ ഉരുട്ടിയിട്ട് വെച്ച് പരത്തുമ്പോൾ എനിക്ക് പ്രശ്നമില്ല കേട്ടോ. ചപ്പാത്തി പരത്തുന്ന പോലെ തന്നെ പരത്തിയ, പക്ഷേ എക്സ്ട്രാ ടൈമും വേണമല്ലോ ഇങ്ങനെ ചെയ്യുമ്പോൾ. പിന്നെ ഇതാ പിള്ളേർ സാധനങ്ങളൊക്കെ കൊണ്ടുവയ്ക്കുകയാണ്. നമ്മുടെ ഡിന്നറായതിൻ്റെ എല്ലാ ഐറ്റംസും കൊണ്ടുവന്ന് വയ്ക്കുകയാണ്. ഇന്നത്തെ സ്പെഷ്യൽ എഗ് ബുർജിയും ചപ്പാത്തി മാത്രമാണ് കേട്ടോ. വേറെ കറിയൊന്നും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. പിള്ളേർക്കാണെങ്കിലും ഉമ്മാക്കും ഉപ്പാക്കാണെങ്കിലും അത് മതി. എക്സ്ട്രാ മസാലക്കറിയൊന്നും ആവശ്യമില്ല കേട്ടോ. അപ്പോൾ റിഹാൻ വെള്ളമൊക്കെ കൊണ്ടുവന്ന് വയ്ക്കുന്നുണ്ട്. അതേപോലെ ജിനിത്ത് തടിച്ചല്ലോ എന്ന് ഞാൻ കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ തടിച്ചു കേട്ടോ. വീട്ടിൽ പോയി വന്ന ശേഷം ഞാൻ തടിച്ചു. വീട്ടിൽ പോകുമ്പോൾ തന്നെ ഞാൻ കുറച്ച് തടിച്ചിട്ട് തന്നെ പോയത്. വരുമ്പോൾ പിന്നെ ഒന്നുകൂടി തടിച്ചു. ഇനിയിപ്പോൾ ഇക്ക വന്നിട്ടുള്ളൂ എനിക്ക് വാക്കിങ്ങിനൊക്കെ പോകാൻ പറ്റുക. അതുവരെയൊക്കെ ഇങ്ങനെയൊക്കെ പോട്ടെ. പിന്നെ ഞാൻ ഒരുപാട് കുറയ്ക്കുന്നൊന്നുമില്ല. എൻ്റെ മുഖം പെട്ടെന്ന് അങ്ങോട്ടി പോവുകയാണ്. കുറയ്ക്കുന്ന അത്രയും അങ്ങ് കുറയട്ടെ, അത്രയേ ഉള്ളൂ ഞാൻ പ്ലാൻ ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ ഡിന്നറെല്ലാം കഴിഞ്ഞു. നാളെ രാവിലേക്ക് വേണ്ടിയിട്ടുള്ള കടല ഞാൻ വെള്ളത്തിലിടുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും നാളെ പുട്ടും കടലയാണെന്ന്. അല്ല, കടല വെറുതെ വെള്ളത്തിലിടുകയാണ്. എന്താണ് എനിക്ക് ഉണ്ടാക്കാൻ തോന്നുന്നത് അതുണ്ടാക്കുക. പുട്ട് ഞാൻ 2 ദിവസം മുന്നിൽ ഉണ്ടാക്കിയത്, അതുകൊണ്ട് ഞാൻ പുട്ട് ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്യുന്നില്ല കേട്ടോ. കടല വെള്ളത്തിൽ ഇട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. കാരണം രാവിലെ എണിച്ചിട്ടായിരിക്കും അന്തം വിടുക കേട്ടോ. അയ്യോ വെള്ളത്തിൽ ഇട്ടിട്ടില്ലല്ലോ എന്ന്. പിന്നെ അതാ നമ്മൾ തൈര് ഉണ്ടാക്കുകയാണ്. ഞാൻ ക്രീം മാറ്റിയിട്ടാണ്. ക്രീം എങ്ങനെ പാലിൽ നിന്ന് എടുക്കുന്നതെന്ന് ചോദിക്കേണ്ടായിരുന്നു.
അതായത് നമ്മൾ സൊസൈറ്റിയിൽ നിന്ന് പാല് മേടിച്ചു കഴിഞ്ഞാൽ നന്നായി തിളപ്പിച്ചിട്ട് ആറിയ ശേഷം ഫ്രിഡ്ജിൽ കൊണ്ട് വയ്ക്കുക. രാത്രി ആകുമ്പോഴത്തേനും ഇതുപോലെ ആട വന്നിട്ടുണ്ടാവും കേട്ടോ. ആട മാറ്റിയിട്ട് നമ്മൾ പാല് മാത്രം എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കുക കേട്ടോ. നന്നായിട്ട് ചൂടാക്കരുത്, ആ തണുപ്പൊന്ന് വിട്ടുപോയാൽ മതി. എന്നിട്ട് ഇതുപോലെ ഒരു സ്പൂണ് നല്ല കട്ട തൈര് അതിലോട്ട് അങ്ങ് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യണം. നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കണം കേട്ടോ. എന്നിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഒരു ഓവർനൈറ്റ് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി കട്ട തൈര് റെഡി ആയിട്ട് കിട്ടും കേട്ടോ. ഇതിപ്പോൾ 1 ലിറ്റർ പാലുണ്ടാവും കേട്ടോ ഈ ഒരു പാത്രത്തിന്. അതിലോട്ട് ഒരേ ഒരു സ്പൂണാണ് കേട്ടോ നമ്മളിട്ടത്. പിന്നെ നമ്മൾ ഫ്ലാസ്കിലേക്ക് വെള്ളം ഒഴിക്കണം. നല്ല തിളച്ച വെള്ളം തന്നെ ഒഴിച്ച് വയ്ക്കും. ഉപ്പാക്കും ഉമ്മാക്കും രാത്രി നല്ല ചൂട് വെള്ളം തന്നെ വേണം. എൻ്റെ വ്ളോഗ് കാണുന്നവർക്കൊക്കെ നന്നായിട്ട് അറിയുന്ന കാര്യം തന്നെയാണത്. പിന്നെ പാത്രങ്ങൾ കുറേ കഴുകാനുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതെല്ലാം ഒന്ന് കഴുകിയെടുക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മളോട് ആരോ ഒരു ഈസി ഫ്രൈഡ് ചിക്കൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ആ ഒരു വീഡിയോ ഇതിൻ്റെ ലാസ്റ്റ് കൊണ്ടുപോയിട്ട് അറ്റാച്ച് ചെയ്യുന്നുണ്ട്. കാണാൻ ഇഷ്ടമുള്ളവർ കണ്ടാൽ മതി, ഇല്ലാത്തവർ കണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. കാരണം ഞാൻ ചെയ്ത വ്ളോഗ് തന്നെയാണ്, നിർബന്ധിക്കൊന്നുമില്ല. ഇനിയിപ്പോൾ ആർക്കെങ്കിലും കാണണമെന്ന് തോന്നുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നാളെ വരാം എന്നും പറഞ്ഞിട്ട് അടുക്കളയോട് യാത്ര പറഞ്ഞ് ഞാൻ പോകേണ്ടി വരില്ല. എന്നും അടുക്കള ഫുള്ള് ക്ലീനാക്കി പാത്രം കഴുകി എല്ലാതും അതിൻ്റേതായ സ്ഥാനത്ത് വെച്ചിട്ട് പോയി കിടക്കുമ്പോൾ അതിൻ്റെ ഒരു ഫീല് വേറെയാണല്ലേ. എന്നാലും ഒരു സമാധാനം കിട്ടുള്ളൂ. നമ്മുടെ ഇതിൽ അങ്ങനെ വേണമെന്നും പറയാറുമുണ്ട് കേട്ടോ. ഒരു പോസിറ്റീവ് എനർജി രാവിലെ വരുമ്പോൾ നമ്മൾ അടുക്കള തുറക്കുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി ആയിരിക്കില്ല. അതിനെ കൊണ്ടാണ് ഞാനങ്ങനെ ചെയ്യുന്നത്. നിങ്ങളെന്താണ് അങ്ങനെ ചെയ്യുന്നത് എന്നുള്ളത് എനിക്ക് ഈ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ പ്രാവശ്യം ഒത്തിരി കമൻറ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലേ. ഏതെങ്കിലും ഒന്നെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയുള്ളൂ. ഇഷ്ടമായിക്കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. മറ്റൊരു കുഞ്ഞു വ്ളോഗായിട്ട് ഇനി വരാം. അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ. ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട്. നമ്മുടെ ചിക്കൻ റെസിപ്പി കാണാൻ താല്പര്യമുള്ളവരൊന്ന് കാണും കേട്ടോ. നല്ല ടേസ്റ്റിയും ക്രിസ്പി ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ ആക്കിയിട്ട് എടുത്താലോ. ഇതുപോലത്തെ കഷ്ണങ്ങൾ എടുക്കുക, ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തിരുമ്മിയിട്ട് വെക്കുക കേട്ടോ. ഇനി നമുക്കിതിലോട്ട് ആവശ്യമുള്ള മസാല ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 3/4 സ്പൂൺ വലിയ ജീരകപ്പൊടി, ഏകദേശം 1 സ്പൂൺ കുരുമുളക്, 1/4 സ്പൂൺ ഗരം മസാല, 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ കറിവേപ്പില കൊത്തിയരിഞ്ഞതും നാരങ്ങയുടെ നീരും 1 വലിയ സ്പൂൺ തൈരും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഏകദേശം ഒരു 2 മണിക്കൂർ നേരമെങ്കിലും നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കാം, ഇല്ലെങ്കിൽ ഒരു രാത്രി ഫുള്ളായിട്ട് വെക്കാം കേട്ടോ. പിന്നെ വറുക്കാൻ നേരത്താണ് ഞാൻ ഇതിലോട്ട് 1 കപ്പ് 1/2 കപ്പോളം അരിപ്പൊടി 1/2 കപ്പ് കോൺഫ്ലോർ ചേർത്തത് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ക്രിസ്പി ആക്കിയിട്ട് പൊരിച്ചെടുത്ത് കഴിഞ്ഞാൽ ഉള്ളിൽ നല്ല സോഫ്റ്റായിട്ടും പുറമേ നല്ല ക്രിസ്പി ആയിട്ടുള്ള നമ്മുടെ ചിക്കൻ റെഡി ആയിട്ട് വരും കേട്ടോ.